അങ്ങനെ നമ്മുടെ ഹെൽത്തി കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല മണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഞ്ഞിയാണ്. കഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലൊക്കെ ഈ നോമ്പ് തുറക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു തരം കഞ്ഞിയുണ്ട്. അതൊരു ഭയങ്കര കഞ്ഞിയാണ്. ഈ നോമ്പൊക്കെ വെച്ചിട്ട് നോമ്പ് തുറന്നിട്ട് അത് കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് വല്ലാത്ത സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി കഞ്ഞിയാണ്. കുറേ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, ചേരുവകൾ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കാൻ വേണ്ടി പോകണം. നോമ്പുള്ളവർക്ക് മാത്രമല്ല, നമ്മൾ എല്ലാവർക്കും കൊടുക്കും, എല്ലാ ആളുകൾക്കും കൊടുക്കണം. നമുക്ക് കുറച്ച് അധികമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിച്ച് നമുക്ക് ഈ പരിപാടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് കർപ്പൂരം ഇട്ട് കൊടുത്ത് അടുപ്പ് നമുക്ക് ആദ്യം ഐശ്വര്യമായിട്ട് കത്തിക്കാം. എന്തോ 2 കിലോ 100 2 കിലോ 100 എന്ന് കൊണ്ട് പോകുന്നുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ മുന്തിരിയാണല്ലേ. അപ്പം നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. അല്ല, 5 പറയുടെ വലിയ ചട്ടിയാണ്. നമുക്ക് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ശരിക്കും കഞ്ഞിക്കൊരു മണം കിട്ടുള്ളൂ. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ചെറിയ ജീരകം, പച്ചമുളക്, പുതിനയില, വലിയ ഉള്ളി. ഈ ഉള്ളിയൊക്കെ നല്ലോണം വാടി വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർക്കാം. ഒരുപാട് തീയും കത്താൻ പാടില്ല. നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ഇത് അരി കുറുവ എന്ന് പറഞ്ഞ അരിയാണ്, ബിരിയാണി അരിയുടെ പൊടി. ഇതാണ് നമ്മൾ കഞ്ഞി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്. നല്ല ബിരിയാണി അരി വേണമെങ്കിലും ഇടാം, പക്ഷേ കഞ്ഞിക്ക് ഇതാണ് ടേസ്റ്റ്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയൊന്ന് കുതിരണം. നമുക്കിത് ഊറ്റിയെടുക്കാം വെള്ളത്തിന്. കഞ്ഞിവെള്ളം തെങ്ങിന് വളമാട്ടെ. അരി കഴുകിയ വെള്ളം, കഞ്ഞിവെള്ളമല്ലേ. പൊടി കയറിയത് കൊണ്ട് പതുക്കെ നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അരിയൊക്കെ പുറത്ത് പോകും. നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി ചതച്ചാണത്, അരച്ചത്. വെളുത്തുള്ളി, ഇഞ്ചി അരച്ചത്, മല്ലിയില. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല വാടിയ ശേഷം മല്ലിയില ഇടാൻ പറഞ്ഞു. കുറച്ച് കറിവേപ്പില. ശരിക്കും ബിരിയാണിയുടെ മണമാണ്. ഇപ്പോൾ തക്കാളി, തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം. ശരിക്കും ബിരിയാണിൻ്റെ ഒരു ഇത് തന്നെയാണ് സംഗതി, പക്ഷെ നമ്മൾ കഞ്ഞി ആക്കണത് മാത്രം. ഒരു ടേസ്റ്റും വ്യത്യാസമാണ്. മസാലകൾ ചേർത്ത്, അത് പട്ട, ഗ്രാമ്പു, ഏലക്കായ് പൊടിച്ചതാണ്. ആദ്യം നമ്മൾ കുറച്ച് ചേർത്തു, അത് പൊടിക്കാതെ ഇത് പൊടിച്ചത്. ഇത് കുറച്ച് നമുക്ക് ബാക്കിയിരിക്കണം. ഇത് നമുക്ക് ആവശ്യമുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മളൊരല്പം അധികം കൊടുക്കും, ഒരു 50 ഗ്രാം. കാരണം നമ്മളൊരു 10-12 കുടം വെള്ളം ഒഴിക്കും. 100 ലിറ്റർ വെള്ളം മതി. നമുക്കിത് വെള്ളം ഒഴിക്കാം. ഇത് 1 കിലോ അരിക്ക് 1 കുടം വെള്ളം കണക്കിൽ ഒഴിക്കണം. അപ്പോൾ നമ്മൾ 10-11 കിലോ അരി ഇടുന്നുണ്ട്. 2 അപ്പോൾ നമ്മൾ 11 കുടം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇടുകയാണെങ്കിൽ 1 കുടം വെള്ളത്തിന് 1 കിലോ അരിക്ക് ഇത്ര ഉപ്പ് വെച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 11 കുടം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 10-15 കിലോ അരി നമ്മൾ ഇടുന്നുണ്ട്. ഇനി ഇളക്കിയിട്ട് നമുക്കിത് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. അടച്ച് വയ്ക്കാം, തിളക്കട്ടെ. ഇനി നമുക്ക് തീ നല്ലോണം കൊടുത്ത് തിളപ്പിച്ചെടുക്കാം ഈ വിറകിനെ. എന്നിട്ട് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നാവും സംഭവം. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സംഗതി റെഡിയായി. നമ്മുടെ വെള്ളം തിളച്ച് നോക്കണം.
ആ അടിപൊളി. നമുക്കിത് അരി കൊട്ടാം. പതുക്കിളക്ക്. പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ച് വഹിക്കണം. ഇത് പെട്ടെന്നാവും സംഭവം. അരി ബിരിയാണി അരിയുടെ പൊടി അരിയല്ലേ. അപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. പിന്നെ ഇത് പതുക്കെ തീ കത്തിച്ച് പതുക്കെ വെന്ത് വരണം. അല്ലെങ്കിൽ ഒരുപാട് തീ കത്തിച്ച് കഴിഞ്ഞാൽ ഈ അരി ഒന്നായിട്ട് അടിയിൽ കിടന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പതുക്കെ ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ നല്ലൊരു അടിപൊളി കഞ്ഞിയായിട്ട് മാറും. ഇത് തേങ്ങയും ജീരകവും കൂടി അരച്ചാണ്. ഇത് കൂടെ ഇട്ട് കൊടുക്കാം. നന്നായി നിലക്കൂട്. ഇതിൻ്റെ കളർ, കഞ്ഞിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് കഞ്ഞി നമുക്ക് കുറച്ച് നേരം ആറാൻ വെക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നല്ല മണം. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ആക്കാം. വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. സംഭവം ഒറ്റയ്ക്ക് ഒരു പാത്രം അങ്ങനെ തൂക്കാൻ പറ്റില്ല. അപ്പം നമ്മളത് വണ്ടി കയറ്റി നമ്മൾ എല്ലാ വീടുകളിലും കൊണ്ട് എത്തിച്ചു കൊടുക്കണം. അപ്പം നമുക്കിത് വണ്ടി കയറ്റാം. അപ്പോൾ നമ്മൾ കഞ്ഞിയൊക്കെ വെച്ച് 2 വണ്ടിയിലാക്കിയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കാൻ വേണ്ടി പോകണം. നല്ല അടിപൊളി സൂപ്പർ കഞ്ഞിയാണ്. അതിൻ്റെ മണം തന്നെ ഒരു പ്രത്യേക മണമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് രുചിച്ചാലേ അതിൻ്റെ ഇതറിയുള്ളൂ. അതെ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ കൊടുക്കണം. നോമ്പുള്ളവർക്ക് ഇല്ലാത്തവർക്ക് നമ്മുടെ നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കാൻ വേണ്ടി പോകണം. പിന്നെ നമ്മളത് കൊടുക്കണമെന്ന് വീഡിയോയിൽ കാണിക്കില്ല. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനും നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.